ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. ഇന്ന് നമ്മൾ ഫ്ലാറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നൊരു കമ്പോണൻ്റാണ് പഠിക്കുന്നത്. ഫ്ലാറ്റ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ലിസ്റ്റിനെ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയാണ് ഫ്ലാറ്റ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു അറേ ആയിരിക്കും. ഞാൻ ഇവിടെ ഒരു അണ്ടർസ്കോർ ഡേറ്റ എന്ന് പറയുന്ന ഒരു അറേ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ ഒബ്ജക്ട്സ് ഉണ്ട്. ആ ഒബ്ജക്ട്സിനകത്ത് നമുക്ക് ഐ ഡി, നെയിം, ഇമേജ്, ഏജ്, ഫോൺ എന്നീ കീകളുണ്ട്. പിന്നെ അതിൻ്റെ വാല്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഐ ഡി എന്ന് പറയുന്നത് യുണീക്കാണ്. അതായത് ആ ഐ ഡിയുടെ വാല്യൂ റിപ്പീറ്റ് ആയിട്ട് വരുന്നില്ല. അതെല്ലാം യുണീക്ക് വാല്യൂസാണ്. നിങ്ങൾക്ക് ഫ്ലാറ്റ് ലിസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് ആദ്യം റിയാക്ട് നേറ്റീവിൽ നിന്ന് അതിനെ ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം ഫ്ലാറ്റ് ലിസ്റ്റ് വിളിക്കുക. അതിനുശേഷം ഫ്ലാറ്റ് ലിസ്റ്റിൻ്റെ ഒരു പ്രോപ്പാണ് ഡേറ്റ. ഡേറ്റയുടെ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു അറേയാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഡേറ്റനെയാണ്. അണ്ടർസ്കോർ ഡേറ്റ എന്ന് പറയുന്ന ഒരു അറേ. അപ്പോൾ ആ അറേയിലെ ഓരോ ഒബ്ജക്റ്റിൻ്റെയും കീസും അതിൻ്റെ വാല്യൂസും നമുക്ക് വാല്യൂൻ്റെ ടൈപ്പ് നമുക്ക് എടുക്കാം. ഇപ്പോൾ ഡേറ്റ പാസ് ചെയ്തിട്ടുണ്ട്. ഈ ഡേറ്റ എന്നുള്ളത് റിക്വയർഡ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. അതുപോലെ തന്നെ ആണ് കീ എക്സ്ട്രാക്റ്റർ. കീ എക്സ്ട്രാക്റ്റർ ഒരു ഫങ്ഷനാണ്. അതിൽ നമുക്ക് ഐറ്റം റിട്ടേൺ ആയിട്ട് കിട്ടും. അതിൽ ഓരോ ഐറ്റത്തിൻ്റെ യുണീക്ക് ആയിട്ടുള്ളൊരു ഐ ഡി ആണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഈ ഐറ്റത്തിനുള്ളിൽ തന്നെ ഉണ്ട് നമുക്ക് ഐറ്റം ഡോട്ട് ഐ ഡി. ഐറ്റം ഡോട്ട് ഐ ഡി എന്ന് പറയുന്നത്, അതായത് ആ ഐ ഡി എന്ന് പറയുന്നത് യുണീക്ക് വാല്യൂ ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓരോ ലിസ്റ്റിനും ഒരു യുണീക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കീ എക്സ്ട്രാക്റ്റർ. ഇപ്പോൾ നമുക്ക് ഐ ഡി എന്ന് പറയുന്ന ഒരു വാല്യൂ ഇല്ലെങ്കിൽ നമുക്ക് ഈ ഐറ്റത്തിനൊപ്പം നമുക്ക് ഇൻഡെക്സ് കൂടെ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻഡെക്സ് കൊടുത്താലും മതി. ഇൻഡെക്സ് എപ്പോഴും യുണീക്ക് ആയിരിക്കും. ഇപ്പോഴും നമുക്ക് ആ ലിസ്റ്റ് കാണാൻ പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു ഐറ്റത്തിൻ്റെ യു ഐ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ് റെൻഡർ ഐറ്റം എന്ന് പറയുന്ന ഒരു പ്രോബ്ലം. റെൻഡർ ഐറ്റം, ആ റെൻഡർ ഐറ്റത്തിനകത്തേക്ക് നമുക്ക് റെൻഡർ ഐറ്റം എന്ന് തന്നെ ഒരു പേര് കൊടുക്കാം. എന്നിട്ട് റിട്ടേണിന് മുകളിൽ വന്നിട്ട് നമ്മൾ റെൻഡർ ഐറ്റം ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു കസ്റ്റം കമ്പോണൻ്റ് ആണ് ഈ റെൻഡർ ഐറ്റം എന്ന് പറയുന്നത്. റെൻഡർ ഐറ്റം ഈക്വൽ ടു നമുക്ക് അതിൽ നമുക്ക് ഈ ഐറ്റം ഇൻഡെക്സ് നമുക്ക് കിട്ടും. അതൊരു ആരോ ഫങ്ഷനാണ്. നമുക്ക് ഈ റെൻഡർ ഐറ്റത്തിൽ നമ്മളൊരു കമ്പോണൻ്റാണ് ഇനി അവിടുന്ന് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി റിട്ടേൺ കൊടുക്കുക. അതിൽ നമുക്കൊരു വ്യൂ കൊടുക്കാം. ഒരു വ്യൂ കൊടുക്കാം. എന്നിട്ട് അതിനൊരു സ്റ്റൈലൂടെ കൊടുക്കാം. സ്റ്റൈൽസ് ഡോട്ട് റെൻഡർ ഐറ്റം. ഇവിടെ ഒരു റെൻഡർ ഐറ്റത്തിൻ്റെ ഒരു സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് മാറ്റിയിട്ട് വിഡ്ത്ത് ഒരു 100 കൊടുക്കാം. അതുപോലെ തന്നെ ഹൈറ്റ് ഒരു 100 കൊടുക്കാം. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് കളറ് റെഡ് എന്ന് കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു ഒരു വലിയൊരു വ്യൂ ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അത് നമ്മുടെ ഒരു ലിസ്റ്റ് പോലെ അല്ല വന്നേക്കുന്നത്. അപ്പോൾ നമുക്കത് നോക്കാനായിട്ട് ഒരു മാർജിൻ ടോപ്പ് കൊടുക്കാം. മാർജിൻ ടോപ്പ് ഒരു 10 കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം നമുക്കൊരു
സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിനെയാണ് ഫ്ലാറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് എത്ര വലിയ ലിസ്റ്റിനെ വേണേലും ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയാണ് ഫ്ലാറ്റ് ലിസ്റ്റ് യൂസ് ചെയ്യുന്നത്. അതൊരു സ്ക്രോളബിൾ ആയിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ്. അപ്പോൾ അതിൽ ഈ നമ്മൾ റെൻഡർ ഐറ്റം എന്ന് പറയുന്ന പ്രോപ്പിനകത്ത് കൊടുക്കുന്ന ഈ ഒരു കമ്പോണൻ്റ് അത് റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഡാറ്റയ്ക്കകത്ത് കൊടുക്കുന്ന അറേയിൽ എത്ര ഒബ്ജക്റ്റ് ഉണ്ടോ അത്രയും തവണ ഇത് റിപ്പീറ്റ് ആയി വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ നമ്മളൊരു വ്യൂ ആണ് കൊടുത്തേക്കുന്നത്. നമുക്കിനി ഇവിടെ ഈ ഐറ്റം കിട്ടുമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഓരോ ഒബ്ജക്റ്റ്, ഈ അറേയിലുള്ള ഓരോ ഒബ്ജക്റ്റും നമുക്ക് ഈ ഐറ്റമായിട്ട് കിട്ടും. അപ്പോൾ നമുക്കത് ഐറ്റത്തിനെ ഒന്ന് കൺസോൾ ചെയ്ത് നോക്കാം. ഐറ്റം അപ്പോൾ ഇവിടെ നമുക്ക് ആ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഓരോ ഐറ്റത്തിനകത്തും ഏജ് ഉണ്ട്, ഐ ഡി ഉണ്ട്, അതുപോലെ തന്നെ ഇമേജ് ഉണ്ട്, നെയിമുണ്ട്, ഫോണുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വ്യൂവിന് ആ വ്യൂവിനെ ക്ലോസ് ചെയ്യാം. എന്നിട്ട് അതിനുള്ളിൽ നമുക്കൊരു ടെക്സ്റ്റ് കമ്പോണൻറ്റ് കൊടുക്കാം. ടെക്സ്റ്റ്, ആ ടെക്സ്റ്റിൽ നമുക്ക് ആ ഓരോ ഐറ്റത്തിൻ്റെ നെയിം കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഐറ്റം കിട്ടി. അപ്പോൾ ഐറ്റത്തിൻ്റെ നെയിം ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ട് ഐറ്റം ഡോട്ട് നെയിം എന്ന് കൊടുക്കുക. ഐറ്റം ഡോട്ട് നെയിം. ഇപ്പോൾ നമുക്ക് നെയിം ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ ഡേറ്റ എന്ന് പറയുന്ന അറേ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ആളുടെ പേര് ജോൺ ഡോ എന്നാണ്. ആ ഒരു നെയിം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഏജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഒരു ടെക്സ്റ്റ് കമ്പോണൻ്റോടെ എഴുതുക, ഐറ്റം ഡോട്ട് ഏജ് എന്ന് കൊടുക്കുക. ഇപ്പോൾ അവരുടെ ഏജ് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ടെക്സ്റ്റിനൊരു സ്റ്റൈൽ കൊടുത്ത് നോക്കാം. സ്റ്റൈൽസ് ഡോട്ട് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. ആ സെയിം സ്റ്റൈൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ടെക്സ്റ്റിന് കൊടുക്കാം. ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യാം. നമുക്ക് കളറ് വൈറ്റ് കൊടുക്കാം. അതുപോലെ തന്നെ ഫോണ്ട് സൈസ് ഒരു 16 കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 200 കൊടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് നമ്മുടെ അറേനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ സ്ക്രോൾ വ്യൂവിൽ പഠിച്ച പോലെ തന്നെ ഇതിൻ്റെ ഇവിടെ ഒരു സ്ക്രോൾ ഇൻഡിക്കേറ്റർ ഉണ്ട്. ആ സ്ക്രോൾ ഇൻഡിക്കേറ്റർ ഹൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോപ്പർട്ടിയാണ് ഷോസ് വെർട്ടിക്കൽ സ്ക്രോൾ ഇൻഡിക്കേറ്റർ. അതിൻ്റെ വാല്യൂ നമ്മൾ ഫോൾസ് കൊടുക്കും. ഇപ്പോൾ അത് പോയിട്ടുണ്ട്. സെയിം അതേപോലെ തന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഹൊറിസോണ്ടൽ. ഇപ്പോൾ ഹൊറിസോണ്ടൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ആ ഒരു ഫ്ലാറ്റ് ലിസ്റ്റ് ഹൊറിസോണ്ടലായിട്ട്. ഇപ്പോൾ ഹൊറിസോണ്ടലായിട്ട് നമുക്ക് ആ റെൻഡർ ഐറ്റങ്ങൾ തമ്മിൽ ചേർന്നിരിക്കുന്നുണ്ട്. നമുക്കൊരു മാർജിൻ റൈറ്റ് കൊടുത്ത് നോക്കാം. മാർജിൻ റൈറ്റ് ഒരു 10 കൊടുക്കും. ഇപ്പോൾ എന്താ, നമ്മുടെ ആ ഹൊറിസോണ്ടലി അലൈൻഡ് ആയിട്ടുള്ള ഐറ്റംസിനെല്ലാം ഒരു മാർജിൻ റൈറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഹൊറിസോണ്ടൽ ട്രൂ ആക്കുമ്പം നമ്മുടെ സ്ക്രോൾ ഇൻഡിക്കേറ്റർ ഹൊറിസോണ്ടലി വരും, അതായത് ഇവിടെ. അപ്പോൾ അത് ഫിക്സ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതിനെ ഹൈഡ് ചെയ്യണമെങ്കിൽ ഷോസ് ഹൊറിസോണ്ടൽ സ്ക്രോൾ ഇൻഡിക്കേറ്റർ
അതിൻ്റെ വാല്യൂ നമ്മൾ ഫോൾസ് ആക്കും. കാരണം ഇത് ഡിഫോൾട്ടായിട്ട് അത് ട്രൂ ആയിരിക്കും. അപ്പോൾ അതിവിടെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് താഴേക്ക് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള സ്റ്റൈൽ എന്ന് പറയുന്നത് വെർട്ടിക്കലി ആയിരിക്കും, വെർട്ടിക്കലി അലൈൻഡ് ആയിട്ടായിരിക്കും അത് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കണ്ടെയ്നറിന് സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കണ്ടെയ്നർ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ അതിൽ നമുക്കിപ്പം നമ്മുടെ ആ ഫ്ലാറ്റ് ലിസ്റ്റിന് വേണ്ട സ്റ്റൈൽസ് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ അവസാനത്തെ ഐറ്റം കഴിഞ്ഞൊരു സ്പേസ് വേണമെങ്കിൽ നമുക്ക് അവിടെ ഒരു പാഡിങ് കൊടുക്കാൻ പറ്റും. പാഡിങ് ബോട്ടം കൊടുക്കാം, ഒരു 20 പിക്സൽ കൊടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ ഒരു പാഡിങ് വന്നിട്ടുണ്ട്. അതായത് ഫ്ലാറ്റ് ലിസ്റ്റിൻ്റെ സ്റ്റൈൽസൊക്കെ നമുക്ക് കണ്ടൻറ്റ് സ്റ്റൈൽ, അതായത് ആ ഒരു കണ്ടൻറ്റ്സ് എല്ലാം കൂടെ നിൽക്കുന്ന ആ കണ്ടെയ്നറിന് അപ്ലൈ ചെയ്യുന്നൊരു സ്റ്റൈലാണ്. അടുത്തൊരു പ്രോപ്പാണ് നം കോളംസ്. അതായത് അതിൻ്റെ ആ നെയിം പോലെ തന്നെ എത്ര കോളംസിൽ നമ്മുടെ ഈ ഐറ്റംസിനെ കാണിക്കണമെന്നുള്ളത്. അപ്പോൾ അതിനെ നം കോളംസ് എന്ന് കൊടുക്കുക. അതിൽ നമ്മൾ 2 കൊടുക്കുന്നു. അതായത് അതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ 1 ആണ്. ഒറ്റ സിംഗിൾ കോളത്തിലായിരിക്കും അത് ഡിസ്പ്ലേ ആയത്. നമ്മളിപ്പോൾ നം കോളംസ് സേവ് ചെയ്തിട്ട് നമ്മളൊന്ന് റീഫ്രഷ് ചെയ്യണം. റീഫ്രഷ് ചെയ്തു. അപ്പം നമ്മുടെ ആ ഫ്ലാറ്റ് ലിസ്റ്റിൻ്റെ നമ്പർ ഓഫ് കോളംസ് 2 ആയിട്ടുണ്ട്. ഇതാണ് നം കോളംസ്. അതായത് നമ്മുടെ ഫ്ലാറ്റ് ലിസ്റ്റിൽ എത്ര കോളംസ് ആയിട്ട് ലിസ്റ്റ് ചെയ്യിക്കണമെന്ന്. ഇപ്പം നമുക്ക് ഒരു വലിയ ലിസ്റ്റിനെയൊക്കെ നമ്മളൊരു ഗ്രിഡ് ടൈപ്പിലൊക്കെ കാണിക്കണമെങ്കിൽ നമ്മൾ ഈ നം കോളംസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അടുത്ത പ്രോപ്പാണ് ലിസ്റ്റ് എംപ്റ്റി കമ്പോണൻറ്റ്. ലിസ്റ്റ് എംപ്റ്റി കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ആ ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ, അതായത് ഫ്ലാറ്റ് ലിസ്റ്റിനകത്ത് ഡേറ്റ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യിക്കുന്ന ഒരു കമ്പോണൻ്റാണ് ലിസ്റ്റ് എംപ്റ്റി കമ്പോണൻറ്റ്. അപ്പോൾ അതും ഒരു കസ്റ്റം കമ്പോണൻ്റായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് ഒരു ഫങ്ഷണൽ കമ്പോണൻ്റ് ആദ്യം എഴുതാം. ലിസ്റ്റ് എംപ്റ്റി കമ്പോണൻറ്റ് ഒരു ആരോ ഫങ്ഷനാണ്. അത് റിട്ടേൺ ചെയ്യുന്നത് നമുക്കൊരു വ്യൂവിനെ റിട്ടേൺ ചെയ്യാം. അതിനൊരു സ്റ്റൈൽ കൊടുക്കാം. അതിനുള്ളിൽ നമുക്കൊരു ടെക്സ്റ്റ് കൂടെ കൊടുക്കാം. ടെക്സ്റ്റിനകത്ത് നോ ഐറ്റംസ് എന്ന് കൊടുക്കാം. ടെക്സ്റ്റിനൊരു സ്റ്റൈൽ കൊടുക്കാം. ഇതിന് ഈ വ്യൂവിന് ഒരു വിഡ്ത്ത് 100 to 200 കൊടുക്കാം. അതുപോലെ തന്നെ ഹൈറ്റ് 150 കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ ഒരു ബോർഡർ റേഡിയസ് കൂടെ കൊടുക്കും. അതുപോലെ തന്നെ അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുക്കാം. ജസ്റ്റിഫൈ കണ്ടൻറ്റും സെൻറ്റർ. ഇപ്പോൾ ഈ എറർ വന്നേക്കുന്ന ലിസ്റ്റ് എംപ്റ്റി കമ്പോണൻറ്റിൽ നമ്മൾ ഒന്നും പാസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ അതിലേക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കുന്ന ലിസ്റ്റ് എംപ്റ്റി കമ്പോണൻറ്റിനെ കൊടുക്കാം. സേവ് ചെയ്യാം. നമ്മുടെ എറർ പോയിട്ടുണ്ട്, പക്ഷേ ലിസ്റ്റ് എംപ്റ്റി കമ്പോണൻറ്റ് കാണുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലാറ്റ് ലിസ്റ്റ് ഓൾറെഡി ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്, അതിൽ കണ്ടൻറ്റ്സ് ഉള്ളത് കൊണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ എന്ന് പറയുന്ന
പ്രോപ്പിലേക്ക് നമുക്കൊരു empty array പാസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഈ ഡാറ്റ എന്ന് പറയുന്ന അറേയിൽ ഒന്നുമില്ല. അത് സേവ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ലിസ്റ്റ് empty കമ്പോണൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് സെൻറ്റർ വരാനായിട്ട് നമുക്ക് ഒരു മാർജിൻ ടോപ്പ് കൂടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ലിസ്റ്റ് empty കമ്പോണൻ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മുടെ ഡാറ്റ ഉണ്ടെങ്കിൽ ആ ലിസ്റ്റ് കാണിക്കും, അല്ലെങ്കിൽ ലിസ്റ്റ് empty കമ്പോണൻ്റ് കാണിക്കും. അതുപോലെ തന്നെയാണ് മറ്റൊരു പ്രോപ്പാണ് ലിസ്റ്റ് ഹെഡർ. ലിസ്റ്റ് ഹെഡർ എന്ന് പറഞ്ഞാലും ഒരു കമ്പോണൻ്റാണ്. നമുക്കിപ്പോൾ ഒരു ഹെഡർ കമ്പോണൻ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് കോൺസ്റ്റ് ലിസ്റ്റ് ഹെഡർ, അതും സെയിം ഒരു ആരോ ഫംഗ്ഷനാണ് റിട്ടേൺ ചെയ്യുന്നത്. ഒരു വ്യൂ റിട്ടേൺ ചെയ്യാം. അതിൽ നമുക്കൊരു ടെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് കസ്റ്റമർ ലിസ്റ്റ് എന്ന് കൊടുക്കാം. ലിസ്റ്റ് എന്ന് കൊടുത്തിട്ട് നമ്മൾ ഈ ലിസ്റ്റ് ഹെഡറിനെ ലിസ്റ്റ് ഹെഡർ കമ്പോണൻറ്റിനകത്തേക്ക് പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഹെഡർ വന്നിട്ടുണ്ട് ആ ലിസ്റ്റിന്. അപ്പോൾ അതിന് നമുക്ക് സ്റ്റൈൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. വിത്ത് ഒരു 100% കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളറ് ഓറഞ്ച് കൊടുക്കാം. നമുക്ക് 100% വന്നിട്ടുണ്ട്. വിത്ത് ഒരു ഹൈറ്റ് കൂടെ കൊടുക്കും. അതുപോലെ തന്നെ ടെക്സ്റ്റിന് കൊടുക്കുകയാണെങ്കിൽ സ്റ്റൈൽ കൊടുത്തു. കളർ നമുക്ക് വൈറ്റ് കൊടുക്കാം. സെയിം അതേപോലെ അലൈൻ സെൽഫ് സെൻറ്റർ കൊടുക്കാം. വൈറ്റ് മാറിപ്പോയതാണ്. അപ്പം നമുക്ക് ആ കസ്റ്റമർ ലിസ്റ്റ് എന്നുണ്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ഫോണ്ട് സൈസ് കൂടെ കൊടുക്കാം. ഫോണ്ട് സൈസ് ഒരു 20 കൊടുക്കാം. അപ്പം നമ്മുടെ ഹെഡർ കമ്പോണൻറ്റ് വർക്കായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മാർജിൻ ടോപ്പ് കൊടുക്കണമെങ്കിൽ മാർജിൻ ടോപ്പ് കൊടുക്കാം. സെയിം അതേപോലെ തന്നെയാണ് നമുക്ക് ലിസ്റ്റ് ഫൂട്ടർ കമ്പോണൻ്റ് ഉണ്ട്. ലിസ്റ്റ് ഫൂട്ടർ കമ്പോണൻറ്റ് അതും സെയിം ഒരു കമ്പോണൻ്റാണ്. അതായത് നമുക്ക് ഈ ഹെഡറിനെ ഒന്ന് കോപ്പി ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ലിസ്റ്റ് ഫൂട്ടർ എന്ന് കൊടുക്കാം. ലിസ്റ്റ് ഫൂട്ടർ അതിൽ നമുക്ക് ലിസ്റ്റ് ഫൂട്ടർ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്യും. ഇപ്പോൾ എറർ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ലിസ്റ്റ് ഫൂട്ടർ കമ്പോണൻറ്റ് empty ആക്കി വെച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ലിസ്റ്റ് ഫൂട്ടർ എന്നുള്ള ആ കമ്പോണൻറ്റ് അങ്ങോട്ട് പാസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ലിസ്റ്റ് ഫൂട്ടറും വന്നിട്ടുണ്ട്. ആദ്യം ലിസ്റ്റ് ഹെഡർ വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ ലിസ്റ്റ് റെൻഡർ ആയിട്ടുണ്ട്, പിന്നെ ലിസ്റ്റ് ഫൂട്ടർ വന്നിട്ടുണ്ട്. നമുക്ക് ഈ നം കോളംസ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം. നം കോളംസ് കമൻറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ സിംഗിൾ കോളം ആക്കിയപ്പോഴും നമ്മുടെ ഹെഡറുണ്ട്, അതേപോലെ തന്നെ ലിസ്റ്റ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ലിസ്റ്റ് ഫൂട്ടറുണ്ട്. അടുത്തൊരു പ്രോപ്പാണ് ഓൺ എൻഡ് റീച്ച്ഡ്.
അതെന്ന് പറയുന്നൊരു ഫങ്ഷനാണ് നമ്മളതിലേക്ക് പാസ് ചെയ്യുന്നത്. അതിൽ നമുക്കൊരു അലേർട്ട് കൊടുക്കാം. അലേർട്ട് ലിസ്റ്റ് എൻറ്റേർഡ് എന്ന് പറഞ്ഞൊരു അലേർട്ട് കൊടുത്തു. അപ്പം നമ്മുടെ ഫ്ലാറ്റ് ലിസ്റ്റിലെ ഐറ്റംസ് എല്ലാം സ്ക്രോൾ ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴാണ് ഈ ഓൺ എൻഡ് റീച്ചഡ് എന്ന് പറയുന്ന പ്രോപ്പ് വർക്കാകുന്നത്. അതിൽ നമ്മളൊരു അനോണിമസ് ഫംഗ്ഷൻ പാസ് ചെയ്തിട്ടുണ്ട്. ആ ഫംഗ്ഷനകത്ത് നമ്മളൊരു അലേർട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു ലിസ്റ്റ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമ്മുടെ അലേർട്ട് വർക്കായി. ഒന്നുകൂടെ നോക്കിയാലും ആ ലിസ്റ്റ് എൻറ്റേർഡ് എന്ന് പറയുന്ന അലേർട്ട് വർക്കായി. അപ്പോൾ ഇതാണ് ഓൺ എൻഡ് റീച്ച്ഡ്. അതായത് ആ ലിസ്റ്റിൻ്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ കോളാവും. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫ്ലാറ്റ് ലിസ്റ്റ് ഒരു അറേനെ ഡിസ്പ്ലേ ചെയ്യിക്കാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഒരു വലിയ അറേയാണെങ്കിൽ, അതായത് നൂറുകണക്കിന് ഡേറ്റാസ് ഉള്ള ഒരു അറേയാണെങ്കിൽ നമുക്ക് എല്ലാ ഡേറ്റയും കൂടെ API നിന്ന് ഫെച്ച് ചെയ്തെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് പേജിനേഷൻ എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് ഒരു പേജിൽ, അതായത് ഓരോ പേജിലും കുറച്ച് ഡേറ്റാസായിട്ട് നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് ഈ ഓൺ എൻഡ് റീച്ച്ഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ APIയിലേക്ക് ഓരോ പേജ് നമ്പറായിരിക്കും പാസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് API കോൾസ് നടത്താൻ പറ്റും. അപ്പോൾ ഓരോ തവണ ഓൺ എൻഡ് റീച്ച്ഡ് എത്തുമ്പോൾ പുതിയൊരു പേജ് നമ്പർ വെച്ച് ആ APIനെ കോൾ ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഈ ഡാറ്റാനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആ ലിസ്റ്റിനകത്തേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ അത് നമുക്ക് പിന്നീട് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് ലിസ്റ്റിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു റെൻഡർ ഐറ്റം ഒരു ബട്ടൺ ആക്കണമെങ്കിൽ ഇതിൽ ടച്ചബിൾ ഒപ്പാസിറ്റി കൊടുക്കാം. ടച്ചബിൾ ഒപ്പാസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇതുണ്ടല്ലേ, ഇതിന് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ബട്ടൺ ആയിട്ടുണ്ട് ഈ ഒരു കമ്പോണന്റ്. അതേപോലെ തന്നെ നമുക്ക് ഇമേജ് കൂടെ കൊടുത്ത് നോക്കാം. ഇമേജ് കൊടുക്കണം, സോഴ്സ് കൊടുക്കണം. ഇമേജ് കൊടുക്കണമെങ്കിൽ സോഴ്സ് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. URI ഐറ്റം ഡോട്ട് ഇമേജ് എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു സ്റ്റൈൽ കൂടെ കൊടുക്കാം. സ്റ്റൈലിൽ വിഡ്ത്ത് 100, ഹൈറ്റ് 100. അപ്പോൾ അവരുടെ ഇമേജസും നമുക്ക് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇമേജും ഡിസ്പ്ലേ ആയിട്ടുണ്ടല്ലേ. ഇനി നമുക്ക് ഈ റെൻഡർ ഐറ്റത്തിനെ ഒന്ന് സ്റ്റൈൽ ചെയ്തെടുക്കാം പ്രോപ്പറായിട്ട്. അപ്പോൾ അതിന് ടെക്സ്റ്റ് ഉണ്ട്. നമുക്ക് ഇമേജിൻ്റെ സ്റ്റൈൽ കൂടെ താഴേക്ക് സ്റ്റൈൽ ഷീറ്റാണ് നോക്കാം. സ്റ്റൈൽസ് ഡോട്ട് IMG എന്ന് കൊടുക്കാം. സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു വ്യൂവും കൂടെ ആഡ് ചെയ്യാണ്. വ്യൂ ആഡ് ചെയ്യുന്നു. ആ വ്യൂവിനകത്ത് നമ്മൾ ആദ്യം ഇമേജ് കൊടുക്കുന്നു, രണ്ടാമതൊരു വ്യൂ കൊടുക്കുന്നു,
അതിനുള്ളിലാണ് നമ്മൾ ഈ ടെക്സ്റ്റ് രണ്ടും കൊടുക്കുന്നത്. ഈ റെൻഡർ ഐറ്റത്തിൻ്റെ വിഡ്ത്ത് നമുക്കൊരു 300 കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് കൊടുക്കാം. ഒരു ബോർഡർ റേഡിയസ് കൊടുക്കാം. അല്ല, ബോർഡർ റേഡിയസ് അല്ല, ബോർഡർ വിഡ്ത്ത്. ഇപ്പോൾ നമ്മുടെ വ്യൂ ഇത്രയുണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ ആ ടെക്സ്റ്റ് കാണുന്നില്ല. ഈ ഓൺ എൻ്റെ റീച്ച് ഞാനൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ ആ ടെക്സ്റ്റിൻ്റെ വ്യൂ കാണുന്നില്ല. അതെന്തോന്ന് വെച്ചാൽ നമ്മളിവിടെ കൊടുത്തേക്കുന്നത് ഒരു വ്യൂ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ വ്യൂ. വലിയ സ്റ്റൈലിലാണെങ്കിൽ നമ്മൾ വിഡ്ത്ത് ഹൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഈ ഒരു സൈഡിലാണ് ആ ഒരു ടെക്സ്റ്റ് വരേണ്ടത്. അപ്പോൾ അതിന് ഫ്ലെക്സ് ഡയറക്ഷൻ റോ എന്ന് കൊടുക്കണം. അപ്പോൾ അത് കോളമായതുകൊണ്ടാണ് നമുക്കത് കാണാൻ പറ്റും. ഫ്ലെക്സ് ഡയറക്ഷൻ റോ കൊടുത്തു. അതുപോലെ തന്നെ നമ്മൾ ഈ കളറ് ഇത് ബ്ലാക്ക് കൊടുക്കണം. ബ്ലാക്ക് കൊടുത്തു. ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് നെയിം, ഏജും വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു നെയിം കൊടുക്കാം, ഏജ് കൊടുക്കാം. പിന്നെ ഉള്ളതാണ് ഫോണുണ്ടല്ലേ, ഫോൺ വന്നിട്ടുണ്ട്. നമുക്ക് വിഡ്ത്ത് 100% കൊടുക്കും. മാർജിൻ ഒരു 5 കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിലൊരു ഹെഡറുണ്ട്, കസ്റ്റമർ ലിസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓരോ കസ്റ്റമേഴ്സിനെ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഇമേജ് ഡിസ്പ്ലേ ആക്കിയിട്ടുണ്ട്. പിന്നെ നെയിമുണ്ട്, ഏജ് ഉണ്ട്, ഫോൺ നമ്പറുണ്ട്. അതല്ലാതെ നമുക്ക് ലിസ്റ്റിനൊരു ഫൂട്ടർ. പിന്നെ ഈ ഓരോ റെൻഡർ ഐറ്റം എന്ന് പറയുന്നത് ബട്ടൺ. അപ്പോൾ നമുക്കതിൽ ആക്ഷൻ എന്തെങ്കിലും കൊടുത്തു നോക്കാം. അതിന് ഓൺ പാസ് എന്ന് കൊടുക്കുക. ഇതിലേക്കൊരു ഫങ്ഷൻ പാസ് ചെയ്യാം. അതിൽ നമുക്ക് അലേർട്ട് എന്ന് കൊടുക്കാം. സെലക്റ്റഡ്, ബാക്ക് ടിക്ക് ഇടാം. സെലക്റ്റഡ്, ശേഷം ഒരു ഡോളർ സൈൻ ഇടാം. അപ്പോൾ നമുക്ക് സെലക്റ്റഡ് ജെയിംസ് സ്മിത്ത്. അപ്പോൾ അവരുടെ നമ്പർ നെയിമും വരുന്നുണ്ട്. ഇതാണ് ഫ്ലാറ്റ് ലിസ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.